ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വീട്ടിലും ഇതുപോലെ സമയം കണ്ടെത്തിയിട്ട് വർക്കൗട്ട് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, യോഗ ചെയ്യണം, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എന്തുകൊണ്ടോ അത് നടക്കുന്നില്ല. വീട്ടിൽ ടൈം ഉണ്ടായിട്ടും എന്താണ് ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് സ്ത്രീകളും കുട്ടികൾക്കും ഈ ആഗ്രഹം ഉണ്ടായിരിക്കും. സോ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 4 സിമ്പിളായിട്ട് ഉപകരണങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ ജിമ്മിൽ പോയാൽ തന്നെ വർക്കൗട്ട് ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് വീട്ടിൽ നമ്മുടേതായ രീതിയിൽ നമുക്ക് വർക്കൗട്ടും ഡയറ്റും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കായാലും വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവർക്കായാലും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട്. അത് ചെയ്യുന്ന രീതി നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പഠിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഏതൊരു വർക്കൗട്ടും ജിമ്മിൽ പോയി ഒരു ട്രെയിനർ സഹായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. പക്ഷേ നമുക്ക് വീട്ടിലും പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇത്തരം ആഗ്രഹമുള്ളവർക്ക് ഉപകരണങ്ങളൊന്നുമില്ലാണ്ട് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 4 വർക്കൗട്ടാണ് പറയുന്നത്. ഈ 4 വർക്കൗട്ടിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബോഡിയിൽ നമുക്ക് അറിയാം ഫുൾ ബോഡി വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും ഉള്ളത്. പക്ഷെ ചിലർക്ക് കൈയിൻ്റെ ആ ഒരു ഭാഗത്ത്, അതുപോലെ തുടയുടെ ഭാഗത്ത്, വയറ്, ഇതൊക്കെ അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ടായിരിക്കും. സോ അത് ബേൺ ചെയ്യണം എന്ന ആഗ്രഹത്തിലായിരിക്കും ഈ ജിമ്മിൽ കൂടുതൽ ആൾക്കാരും പോകുന്നതും. ആ ഒരു ലോക്കലായിട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു കറക്ഷൻ കൊണ്ടുവരണം എന്ന ആഗ്രഹം. ഈ ഒരു എക്സസൈസ് കൊണ്ട് അത് സാധിക്കും. ഈ 4 എക്സസൈസും ആ ഒരു ലോക്കലായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുൾ ബോഡിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ട്. സോ നമുക്ക് എക്സസൈസുകളിലേക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യം എന്ന് പറയുന്നത് സ്ക്വാട്ട് എക്സസൈസ് ആണ്. ജിമ്മിൽ പോയിട്ടുള്ളവർക്കും ഈ ഒരു എക്സസൈസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. സ്ക്വാട്ട് എക്സസൈസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തുടയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കുറച്ച് വണ്ണം കൂടുതലായിരിക്കും. സോ ഈ ഒരു വണ്ണം കുറയ്ക്കാനായിട്ട് പെടാപ്പാട് വരുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കും. സോ അവർക്ക് ഈ ഒരു എക്സസൈസ് ബെനിഫിറ്റ് ആയിരിക്കും, നല്ല രീതിയിൽ ഗുണം ചെയ്യും. കാര്യം ആ തുടയുടെ ഭാഗത്ത് ആ ഒരു വണ്ണം കുറയ്ക്കാനും അവിടുത്തെ മസിൽ, ഫ്രണ്ടിലെയും ബാക്കിലെയും മസിൽസിനെ ആ ഒരു ബലപ്പെടുത്താനും, അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് അത് കുറച്ചും കൂടെ ഈസി ആകും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ക്വാട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കാലുകൾ തോളിൻ്റെ വീതിയിൽ അകറ്റി നിർത്തുക. കസേരയിൽ ഇരിക്കുന്നത് പോലെ പതുക്കെ താഴേക്ക് ഇരിക്കുക. വീണ്ടും നിവർന്ന് നിൽക്കുക. ഇത് 10 മുതൽ 15 തവണ 2 സെറ്റായിട്ടാണ് ചെയ്യേണ്ടത്. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് ആണ്. പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, സിമ്പിളാണ്. സ്ക്വാട്ട് എക്സസൈസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് കിടന്നിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ മുട്ടിനധികം സമ്മർദ്ദം ഈ ഒരു എക്സസൈസിനില്ല. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്ലൂട്ട് മസിൽ ബലപ്പെടുത്തും, അതുപോലെ വയറിൻ്റെ ഭാഗത്തെ മസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ വയറിനൊക്കെ അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ്, ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല വയറൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട്. സോ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വയറിൻ്റെ ഭാഗത്ത് ആ ഒരു ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ നിലത്ത് മലർന്ന് കിടക്കുക. എന്നിട്ട് മുട്ടുകൾ മടക്കി പാദങ്ങൾ നിലത്ത് വയ്ക്കുക. ഇടുപ്പ് പതുക്കെ മുകളിലേക്ക് ഉയർത്തി 2-3 സെക്കൻഡ് ആ ഒരു അങ്ങനെ തന്നെ പിടിച്ച് നിർത്തിയിട്ട് പിന്നീട് വീണ്ടും താഴത്തേക്ക് വരിക. 10 മുതൽ 15 തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് 2 സെറ്റായിട്ടാട്ടോ ചെയ്യേണ്ടത്. സോ 10 മുതൽ 15 തവണ ഒരു സെറ്റിൽ ചെയ്യുക. അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാര്യം ഗ്ലൂട്ട് മസിൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വയറിൻ്റെ ഭാഗത്തെ മസിൽ, തൈയും ഇതിൽ ആ ഒരു മസിലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ കുറച്ചും കൂടെ ബെനിഫിറ്റ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വാൾ പുഷപ്പ് ആണ്. സോ പുരുഷന്മാരാണ് കൂടുതൽ പുഷപ്പ് എടുക്കുന്നത്. സ്ത്രീകൾക്ക് ഈ പുഷപ്പ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കും. വെയിറ്റ് നിങ്ങളൊന്ന് കുറയ്ക്കുമ്പോൾ ഈ ഒരു പുഷപ്പ് ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. എത്ര പുഷപ്പ് വേണമെങ്കിലും എടുക്കാം. ആ ഒരു വെയിറ്റ് നിങ്ങൾ കുറച്ച് കൊണ്ട് വരുമ്പോൾ ഈ ഒരു പുഷപ്പ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നും. എങ്കിലും നിങ്ങൾക്ക് വാൾ പുഷപ്പ് ഭയങ്കര ഈസിയാണ്. മറ്റ് പുഷപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് വാൾ പുഷപ്പ്. ആർക്ക് വേണമെങ്കിലും എടുക്കാം.
സ്ത്രീകൾക്ക് ഒട്ടും വിഷമം വേണ്ട. സ്ത്രീകൾക്ക് ഈ ഒരു വാൾ പുഷപ്പ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വാൾ പുഷപ്പിന് ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്. അരക്കെട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു വാൾ പുഷപ്പ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചെസ്റ്റിൻ്റെ മസിൽ, അതുപോലെ കൈയുടെ മസിൽ, ഡെൽറ്റോയിഡ്, ബൈസെപ്സ്, ഇവയൊക്കെ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാനും ബലപ്പെടുത്താനും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. സോ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ, ചുമരിൽ നിങ്ങൾ ഒരു കൈ നീളത്തിൽ നിൽക്കുക. ചുമരിൽ ചാരിയിട്ട് ഒരു കൈ നീളത്തിൽ നിൽക്കുക. എന്നിട്ട് കൈകൾ ചുമരിൽ വച്ച് ശരീരം മുന്നിലേക്ക് താഴ്ത്തുക. ഇതാണ് ചെയ്യേണ്ടത്. കൈയാണ് ചുമരിൽ തൊഴേണ്ട, ബോഡിയല്ല. സോ ഒരു കൈ നീളത്തിൽ നിങ്ങൾ നിന്നിട്ട് കൈ ചുമരിൽ വെച്ച് ശരീരം മുന്നിലേക്ക് താഴ്ത്തുക, പിന്നെ പിന്നിലേക്ക് തള്ളുക. 10 മുതൽ 15 തവണ എടുക്കുക. ആദ്യത്തെ സെറ്റിൽ, സെക്കൻഡ് സെറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെയ്യുക. നിൽക്കേണ്ട പോസ്റ്ററാണ് ശ്രദ്ധിക്കേണ്ടത്. പോസ്റ്റർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാവില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു പിടുത്തം കിട്ടുന്നുണ്ടോ, ആ ഒരു കൈക്കും ആ ഒരു ചെസ്റ്റിനൊക്കെ ആ ഒരു പിടുത്തം കിട്ടുന്നുണ്ടോ, നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഏതൊരു എക്സസൈസ് ചെയ്താലും നമുക്കൊരു 10 തവണയൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പിടുത്തം കിട്ടും. ഏതൊരു മസിലാണോ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആ ഒരു മസിലിൽ നിങ്ങൾക്കൊരു പിടുത്തം കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ടാണ് എന്നുള്ളത്. അല്ല, സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു പിടുത്തം കിട്ടുമോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വെയിറ്റ് ലോസ് ഒന്നും കിട്ടത്തില്ല. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഏതൊരു കാര്യം ചെയ്താലും നിങ്ങൾ പ്രോപ്പറായിട്ട് ആണോ ചെയ്യുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ജിമ്മിലൊക്കെ കൂടുതൽ പോകാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. ഇനി 4ാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഫുൾ ബോഡിക്ക് ഭയങ്കര ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. അതുപോലെ തന്നെ ഹാർട്ടിനും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. മാർച്ചിങ് ഇൻ പ്ലേസ്, നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ മാർച്ച് ചെയ്യുന്ന ആ ഒരു രീതി എക്സസൈസാണ്. ഇതെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും വണ്ണം കുറയ്ക്കാനും ബോഡി ബാലൻസിനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. സോ ഈ ഒരു ആദ്യം പറഞ്ഞ 3 എക്സസൈസും നമ്മൾ മസിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർച്ചിങ് ഇൻ പ്ലേസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാർഡിയോ ഒക്കെ പോലുള്ള എക്സസൈസുമായിട്ട് നമുക്ക് കുറച്ച് സാമ്യം തോന്നുന്നതാണ്. സോ ഫുൾ ബോഡി നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി വിയർത്ത് ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതും പക്ഷേ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു എക്സസൈസാണ് മാർച്ചിങ് ഇൻ പ്ലേസ് എന്ന് പറയുന്ന എക്സസൈസ്. സോ ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, ഒരിടത്ത് തന്നെ നിൽക്കുക. എന്നിട്ട് അവിടെ നിന്നിട്ട് നടക്കുന്നത് പോലെ മുട്ടുകൾ ഉയർത്തി മാർച്ച് ചെയ്യുക. നമ്മൾ സാധാരണ മാർച്ച് ചെയ്യില്ലേ, അത് തന്നെയാണ്. പക്ഷേ സിമ്പിളല്ല. മുട്ടുകൾ ഉയർത്തി മാർച്ച് ചെയ്യുക. ഒരു 3 മിനിറ്റ്, 1 മുതൽ ആദ്യമൊക്കെ വേണമെങ്കിൽ 2 മിനിറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ 3 മിനിറ്റ് 4 മിനിറ്റ് ഇത്രയും മതി. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ബോഡിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിയർത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീൽ, അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായിരിക്കും. സോ റണ്ണ് ചെയ്യാം, നിൽക്കുന്ന മാർച്ചിങ് ഇൻ പ്ലേസും ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് റണ്ണും ചെയ്യാം. സോ കുറച്ചും കൂടെ സിമ്പിൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് മാർച്ചിങ് ഇൻ പ്ലേസ് ആണ്. മുട്ടികൾ ഉയർത്തുക, ഈ ഇതിൽ കണ്ടതുപോലെ മുട്ടികൾ ഉയർത്തിയാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സും ഒരു എക്സസൈസും ഇതിൽ ഇല്ല. സോ എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ 1 മാസം ഈ ഒരു എക്സസൈസ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തു നോക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ലോക്കലായിട്ടാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫുൾ ബോഡിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. 1 മാസം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. സോ കൂടുതൽ ഹെൽത്ത് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്